പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. Presents 90+ My Tuition app lovers, top singers. Top singer. Takatari kukuntana kita takadim. Kitatakadim. Din takadum takadum din takadum takadum. Takatari kukuntana kita takadim. Takadum 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 takadum. Takatari kukuntana kita takadim. Takadum 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 takadum. Swagatam Krishna, Sharanagatam Krishna. Swagatam Krishna, Sharanagatam Krishna. Madhura Puri Sadana Mriduvadana Madhusudana Iha. Swagatam Krishna, Sharanagatam Krishna. Madhura Puri Sadana Mriduvadana Madhusudana Iha. Swagatam Krishna, Sharanagatam Krishna. Madhura Puri Sadana Mriduvadana Madhusudana Iha. Swagatam Krishna, Sharanagatam Krishna. భోగదాప్త సులభ సుపుష్పగంధ కలభ. భోగదాప్త సులభ సుపుష్పగంధ కలభ. కస్తూరి తిలక మహిమ మమ కాంతనంద గోపగంధ. స్వాగతం కృష్ణ. Takadin tatakita takadin din ta 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 tajam kita takatari kita dum ta kita takatari kita dum ta kita takatari kita dum ta takajam jam takadigaduna din ta takadigaduna din takadigaduna din takadipi takaduna din ta tajam tajam ముష్టికాసుర చానూర మల్ల మల్ల విశారద మధుసూదన. ముష్టికాసుర చానూర మల్ల మల్ల విశారద కువలయ పీఠ. మర్దన కళింగ నర్తన గోకుల రక్షణ సకల సులక్షణ దేవ. మర్దన
ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇതായൊരു ഗുഡ് ന്യൂസ്. അടുത്ത അക്കാദമിക് ഇയർ തുടങ്ങാനിരിക്കെ ഏറെ കൺഫ്യൂഷനിലായിരിക്കും കൂട്ടുകാർ അല്ലേ? എന്നാൽ ഇനി ആ കൺഫ്യൂഷനുകൾ ഒന്നും ആവശ്യമില്ല. പഠനങ്ങൾ നിങ്ങളെ സഹായിക്കാൻ 90+ മൈ ട്യൂഷൻ ആപ്പ് ഒപ്പമുണ്ട്. ഈ വർഷത്തെ +1 +2 ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് ഒരു വർഷത്തേക്ക് വെറും 7,999 രൂപ മാത്രം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിജിറ്റൽ ട്യൂഷൻ ആപ്പായ 90+ മൈ ട്യൂഷൻ ആപ്പിനൊപ്പം പഠനം എളുപ്പമാക്കൂ. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കുട്ടിക്കുറുമ്പുകൾ ഇതാ ഒരു മനോഹരമായ ഗാനവുമായി.
മഞ്ജു, കുട്ടേട്ടാ, ഇതിവിടുത്തെ ചിമിട്ടനും മമ്മൂട്ടന്മാരുമാണ്. നേരത്തെ സംശയം ചോദിച്ച ഒരുത്തൻ അവിടെ നിപ്പുണ്ട്. അവനെ എന്ത് വേണേ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞാൻ മഞ്ജുവിന് വിട്ട് അവനെ മൂക്കൊണ്ട് ഇക്ഷ ഇണ്ണ എന്ന് വേണേ വരപ്പിക്കാം. പിന്നെ ഒരുത്തൻ ശ്രീനന്ദ്, അവൻ ഭയങ്കര ജഗ കില്ലാടിയാണ്. ആണോ? ഹായ്, ഹായ്. ഞാന് മഞ്ജുവിന്റെ എല്ലാ സിനിമയൊക്കെ കാണാറുണ്ട്. ചതുർമുഖം കാണണോ കേട്ടോ? കണ്ടോ? അതോ കാണാൻ പോകുന്നേ ഉള്ളൂ? എക്സ്പെഷ്യലി എനിക്ക് ഹൊറർ ഫിലിം ഭയങ്കര ഇഷ്ടമാണ്. ചതുർമുഖം. അപ്പോ ചതുർമുഖത്തിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ചതുർമുഖത്തിൽ ഞാനൊരു ഹൊറർ സിനിമകൾ ഇപ്പം മോനെ പോലെ ഞാനും കുറേ കണ്ടിട്ടുണ്ട്, എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഹൊറർ സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര രസമാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ട ഹൊറർ സിനിമകളൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പൊ ഇത് സിനിമ കണ്ടാലേ അല്ലെങ്കിൽ ഇതിന്റെ രസം മുഴുവൻ പോവും. അതിന്റെ എന്ത് പറഞ്ഞു തന്നാലും അതിന്റെ രസം പോവും. സിനിമ കാണൂ കേട്ടോ, എന്നിട്ട് നമുക്ക് കണ്ടിട്ട് അതെങ്ങനെയാ ചെയ്ത് ഇതെങ്ങനെയാ ചെയ്ത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ആന്റിക്ക് ആക്ടിംഗ് ആണോ ഇഷ്ടം, ഡാൻസിങ് ആണോ ഇഷ്ടം, അതോ സിംഗിങ് ആണോ ഇഷ്ടം? അങ്ങനെ എനിക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാൻ പാടാം. എല്ലാം ഇഷ്ടമാണ്. കൂടുതൽ ഞാൻ ചെയ്യുന്നത് ആക്ടിങ്ങും ഡാൻസിങ്ങും ആണ്. സിംഗിങ് ചെയ്യാൻ എനിക്ക് അത്ര ധൈര്യം പോരാ, പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ മുമ്പില്. പിന്നെ മഞ്ജു, നമ്മുടെ ആ ലെഫ്റ്റിൽ നിൽക്കുന്ന അക്ഷരത്തിലെ അവന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവന് നന്നായിട്ട് ചിരിക്കാൻ അറിയാം. മറ്റേ ചിരി മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം, ഞാൻ 10,000 രൂപ എന്ന് പറയില്ലേ, എനിക്ക് കുറച്ചു നേരം കൊണ്ട് അത് കേൾക്കാൻ വേണ്ടി ഇരിക്കും. അതെ, അതൊന്ന് മഞ്ജു ചേച്ചി കേക്കട്ടെ. ഇവിടുത്തെ എന്ത് പ്രോഗ്രാം ഉണ്ടാവുമ്പോഴും ശ്രീകുട്ടൻ ചേട്ടന്റെ ട്യൂപ്പായിട്ട് വരുന്നത് അവനാണ്. അവന്റെ തൊട്ടടുത്തിരിക്കുന്നത് മധുബാലകൃഷ്ണന്റെ ട്യൂപ്പാണ്. മധുചേട്ടൻ എന്താ ഉള്ളത്? ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിക്കുക. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചിരികമയിലേക്ക് സ്വാഗതം. ചിരിക്കാൻ മാത്രം എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ഗസ്റ്റിനെ നമുക്ക് ചിരികമയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു യുവർ ഹോട്ട് സീറ്റ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. അയ്യോ, ഇത് എടുക്കാൻ പറ്റുള്ള ഭയങ്കര വെയിറ്റ്. അയ്യോ, അതെന്തിനാ എടുക്കുന്നേ? സാറല്ലേ പറഞ്ഞ സീറ്റ് എടുക്കാൻ, ടേക്ക് യുവർ സീറ്റ്സ്. അയ്യോ, സീറ്റ് എടുക്കാനല്ല, സീറ്റിലോട്ട് ഇരിക്കാനാ പറഞ്ഞത്. പേരെന്താ? എന്റെ പേര് ബിന്ദു സതീഷ്. ആരായി സതീഷ്? ഞാനാ. ഓ, അപ്പൊ ബിന്ദുവിന്റെ ഭർത്താവാണല്ലേ? അതെന്താ എന്നെ കണ്ടിട്ട് പെണ്ണായിട്ട് തോന്നുന്നുണ്ടോ? അയ്യോ, അതല്ല, നിങ്ങൾ ഭർത്താവാണോന്നാ ചോദിച്ചത്. അതെന്താ സാറിന് സംശയം വല്ലതും ഉണ്ടാ? അയ്യോ, എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ എനിക്ക് സംശയമുണ്ട്. ആരെ? ഇവളെ. ദേ, ഇവിടെ കിടന്ന് അലമ്പൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ ഷോയിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാ. ഡാഷ് പാത്രമോ? എന്നാൽ ചോദ്യം ഇതാണ്, ഈ ഡാഷ് പാത്രം ഏത് പാത്രമാണ്? ഓപ്ഷൻ എ മധു, ഓപ്ഷൻ ബി സത്യൻ, ഓപ്ഷൻ സി പ്രേംനസീർ, ഓപ്ഷൻ ഡി സ്റ്റീൽ. ഇതിൽ ഏത് പാത്രമാണെന്നാണ് ചോദ്യം. ഇതെന്തൊരു ക്വസ്റ്റ്യനാ സാറേ? എന്ത് പറ്റി? ഭയങ്കര ടഫാ. ഞാൻ പറയാം. മനുഷ്യ എന്നെ എടി ബോഡിന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, നമ്മളെ കുത്തു വെച്ചിരുന്നേ. അയ്യോ, എടി ബോഡിന്ന് വിളിച്ചതല്ല, ഓപ്ഷൻ ഡി ആ ഉത്തരം. ഞാൻ പറയാന്ന്. അപ്പൊ ഓപ്ഷൻ ഡി സ്റ്റീലാണ് അല്ലേ? അതെ. തെറ്റിപ്പോയ ഔട്ടാവും കേട്ടോ. ലോക്ക് ചെയ്യട്ടെ? വേണ്ട. അതെന്താ? സംശയമുണ്ട്. ഇയാൾക്കെല്ലാം സംശയമാണോ? സാറേ, അയാൾ അങ്ങനെ പലതും പറയും. ആൻസർ എ മധു. ലോക്ക് ചെയ്തോ? ബിന്ദു പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ എ മധുപാത്രമോ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ഗോൾഡൻ ക്രൗൺ. അയ്യോ സാറേ, ഇത് ടോപ്പ് സിംഗർ അല്ല. ആണോ? അയ്യോ സോറി, ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയത് കേട്ടോ. ഏതായാലും 150 രൂപയുടെ ചോദ്യമാണ് നിങ്ങൾ ഇപ്പൊ ഉത്തരം നൽകിയത്. സാറേ, സാറിന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അയ്യോ, ഒത്തിരി ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഒന്നും ഓർക്കുന്നില്ല. ആഹാ, ഈ തമാശക്ക് ഇപ്പോഴും പറയാലുണ്ടല്ലേ? അടുത്ത ചോദ്യം ചോദിക്ക്, അതാ നല്ലത്. തമാശ ഏറ്റില്ല. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. മാധവേട്ടനെന്നും മൂക്കിൻ തുമ്പിലാണ് ഡാഷ്. മാധവേട്ടന്റെ മൂക്കിന്റെ തുമ്പിൽ എന്താണ്? എ പാലുണ്ണി, ബി അരിമ്പാറ, സി മറുക്, ഡി കോപം. ഷോ, ഇത് എന്തൊരു
എന്തൊരു ചോദ്യാ സാറേ. എന്ത് പറ്റി? ഭയങ്കര ടഫാ. ഡി പതുക്കെ ടഫ് തുപ്പലേ ഇറക്കുന്നു. ഷോ സാറേ, ഇതിന്റെ ഉത്തരം ഞങ്ങൾ എങ്ങനെയാ പറയുന്നേ? അതിന് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഫോണെ ഫ്രണ്ടിനോട് ചോദിച്ചാലോ? ആ ചോദിക്കാം. ആ എങ്കിൽ ബിന്ദു തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ നമുക്ക് വിളിക്കാം. ഫോൺ കണക്ട് ആയിട്ടുണ്ട്. ഹലോ, നമസ്കാരം, മഹേഷാണോ? അതെ, മഹേഷാണ്. ഞാൻ MG ശ്രീകുമാറാണ്. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. അയ്യോ, വെക്കല്ലേ, ഞാൻ ചിരികമേന്ന് വിളിക്കുകയാണ്. കാണിക്കാതെ കാര്യം പറ. മഹേഷ്, ഞാൻ MG ശ്രീകുമാറാണ്. ചിരിക്കുട്ടൻ ചേട്ടൻ. മഹേഷിന്റെ ഫ്രണ്ട് ബിന്ദുവും ഹസ്ബൻഡ്സും. ഹസ്ബൻഡ്സോ? ബിന്ദുവിന്റെ ഹസ്ബൻഡ് ഇവിടെ ഉത്തരം കിട്ടാതിരിപ്പുണ്ട്. ഉത്തരം കിട്ടാതിരിക്കുന്ന എന്ത് ചോദ്യാ ചോദിച്ചേ? ടഫ് ചോദ്യം മഹേഷ് ഏട്ടാ. ഹോ, അവളുടെ ഒരു ടഫ്. ചോദ്യം വളരെ സിമ്പിളാ, ഉത്തരമാ ടഫ്. ചോദ്യം ഇതാണ്: മാധവേട്ടൻ എന്നും മൂക്കിൻ തുമ്പിലാണ് ഡാഷ്. മാധവേട്ടന്റെ മൂക്കിന്റെ തുമ്പിൽ എന്താണ്? A പാലുണ്ണി, B അരിമ്പാറ, C മറുക്, D കോപം. സി മറുക്. അയ്യോ മഹേഷ്, ഇത് ഏത് മാധവേട്ടന്റെ കാര്യമാ പറയുന്നേ? എന്റെ ചേട്ടൻ മാധവന്റെ കാര്യ പറഞ്ഞേ. ഓ അതല്ല മഹേഷേ, പാട്ടിന്റെ കാര്യമാ ചോദിച്ചത്. മഹേഷ് ഏട്ടാ കറക്റ്റ് ഉത്തരം പറഞ്ഞതാ. ടഫാ ടഫ്. ബിന്ദു എന്തോ ഡി കോപം. അതാ ഉത്തരം. എന്നാ പിന്നെ ഓപ്ഷൻ D കോപം ലോക്ക് ചെയ്യട്ടെ. ഉയ്യോ, ചെയ്തോ. എനിക്ക് മഹേഷ് ഏട്ടന് ഭയങ്കര വിശ്വാസാ. ആണോ? അപ്പം ഓപ്ഷൻ D കോപം ശരിയായ ഉത്തരമാണ്. അപ്പോ 275 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. മാധവേട്ടന്റെ കോപം മൂക്കിന്റെ തുമ്പിലാണ്. മാധവേട്ടന് മാത്രമല്ല, എനിക്കും കോപം മൂക്കിന് തുമ്പത്താ. പക്ഷെ താങ്കൾ ബിന്ദുവിന്റെ സാരിയുടെ തുമ്പത്താണല്ലോ. ഒക്കുന്നൊക്കെ കൊള്ളാം, മുട്ടയിടരുത്. അതെ സാറേ, ഇപ്പൊ വിളിച്ച നമ്പർ ഒന്ന് തരണേ. എന്തിനാ? അവൻ ആരാന്നൊന്ന് അറിയാനാ. കൊറേ ദിവസമായി ഫോൺ വിളി തുടങ്ങിയിട്ട്. സതീഷ് പാട്ടൊക്കെ പാടൂ? കുറച്ചൊക്കെ. എങ്കിൽ ചിരികമ്മയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാവൂ? അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ തേങ്ങാ വെള്ളം. അയ്യോ സതീഷേ, തേങ്ങാ വെള്ളമല്ല, കരിക്കും വെള്ളമാണ്. അതൊക്കെ പണ്ട്. ഇപ്പൊ കരിക്ക് മൂത്ത് തേങ്ങി. കുറച്ചുകൂടെ കഴിയുമ്പോഴേ കൊപ്രയാവും. എന്തൊക്കെ തമാശ ബിന്ദു. എന്തോ? ബിന്ദുവിന് പാട്ട് പാടാൻ അറിയാമോ? ടഫാ, നോക്കാം. സാറേ, മൈക്കോഫി സാറേ. അയ്യോ, അത് നിർത്തത്തില്ല. എടി ഒന്നടങ്ങടി. അയ്യോ, നാറ്റിച്ച്. നിങ്ങൾ നല്ല സംഗീത ഫാമിലിയാണല്ലേ. ചിന്നമ്മ, അടികുഞ്ഞി പെണ്ണമ്മ, തിരുവള്ളിക്കാവിൽ ഗജവീരന്മാർ ഡാഷാണ്. തിരുവള്ളിക്കാവിലെ ഗജവീരന്മാർ എത്രയാണ്? A 1000, B 10000, C 50000, D 20000. ഇതിപ്പോ എത്രയായാലും ചെലവുള്ള ഉത്സവമാണല്ലോ. അതെങ്ങനെ? ഒരു ആനക്കാനെ ഒരു 1.5 ലക്ഷം രൂപ കൊടുക്കണം. അപ്പൊ ആയിരക്കണക്കിന് ആന വന്നാ എന്തോരം ചെലവാ? എന്താ ബിന്ദു, ഈ ചോദ്യം ടഫാണോ? ഒയ്യോ അല്ല, സാറിന്റെ പരിപാടി ആയതുകൊണ്ട് 10000 ആയിരിക്കുമല്ലോ. അയ്യോ, ഈ 10000 ആന എവിടെ കൊണ്ട് നിർത്താനാ? വലിയ പ്രശ്നമാവും. എന്നാ പിന്നെ ഏറ്റവും കുറവ് 1000 ലോക്ക്. ഓപ്ഷൻ A 1000 ഉത്തരം ശരിയാണ്. ഗജവീരന്മാർ 1000 നിരന്നത്. അപ്പോ ഇപ്പൊ 312 രൂപ 50 പൈസ സമ്മാനമായി കിട്ടിയിരിക്കുകയാണ്. ബിന്ദുവേ, ഒത്തിരി കാശ് കിട്ടിയല്ലോ. എവിടുന്ന്? വണ്ടിക്കൂലിക്ക് പോലും ആയിട്ടില്ല. സാറേ, ആ 10000 രൂപയുടെ ചോദ്യം ഒന്ന് ചോദിക്കാവോ? ഓക്കെ, അപ്പൊ 10000 രൂപയുടെ ചോദ്യത്തിലോട്ട് കടക്കാണ്. ചോദ്യം ഇതാണ്: പച്ചപ്പവിഴ പാൽ വർണ്ണമൊത്ത പല കൊച്ചുങ്ങൾ എത്രാണ്? ഞങ്ങൾക്ക് 2 പിള്ളേരാ. അയ്യോ അതല്ല, ഈ പാടിയതിനകത്ത് എത്ര കൊച്ചുങ്ങളാന്നാ? ഷോ മൊത്തം ടഫാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതിന് ഉത്തരം പറഞ്ഞാൽ 10000 കിട്ടും. സാറേ, ഉത്തരം 5. ഓപ്ഷൻ ഇല്ലാതെ എങ്ങനെ ഉത്തരം 5 മനസ്സിലായത്? പച്ച, പവിഴ, പാൽവർണ്ണ, മുത്ത്, അബല, അങ്ങനെ 5 കൊച്ചുങ്ങള്. സതീഷ് പറഞ്ഞ ഉത്തരം ശരിയാണ്. 10000 രൂപയുടെ വിഷു കിറ്റാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. 10000 രൂപയുടെ കിറ്റോ? സാറേ, കാശല്ലേ സാധാരണ കൊടുക്കുന്നത്? കാശ് താ സാറേ. എടേ, 10000 അങ്ങ് പണ്ട് സരിഗമേല്, ഇത് ചിരികമ. പോടേ. കിവി
ഐസ്ക്രീം. മലയാളികളുടെ രുചി വൈവിധ്യത്തിന് കഴിഞ്ഞ 10 വർഷമായി പുതിയ രുചിക്കൂട്ടുകൾ പരിചയപ്പെടുത്തിയ മലയാളി ബ്രാൻഡാണ്. ജാക്ക് ഫ്രൂട്ട്, അറേബ്യൻ ഡിലൈറ്റ്, ടെൻഡർ കോക്കനട്ട് തുടങ്ങിയ 20-ലധികം രുചികൾ കിവി ഐസ്ക്രീംസിലുണ്ട്. തൊട്ടടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് കിവി ഐസ്ക്രീം ലഭ്യമാണ്. രുചിച്ചറിയാം നാവിലലിയുന്ന കിവിയുടെ മാജിക്. മഞ്ജു ഒരു പാട്ടുകാരിയാണ്. പക്ഷെ അതിനു മുമ്പ് എന്താണ്, ഒരു നർത്തകിയാണ്. അതായത് എന്താണ് മഞ്ജുവിന്റെ നൃത്തം എന്നുള്ളത് ഞങ്ങളൊക്കെ കണ്ട് രസിച്ചിട്ടുള്ളതാണ്. അപ്പൊ രണ്ടായി. പിന്നെ അഭിനയം പറയണോ? കാരണം ഞാനത് പറയുന്നത് ശരിയല്ല. അഭിനയം ഇപ്പം നിർമ്മാതാവായി, അതെ അതെ, പിന്നെ വീണ വായിക്കും എന്ന് വേണ്ട സകല കലാ വല്ലഭയാണ്. ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. എല്ലാം ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ഐ വാണ്ട് ടു നോ വൺ ആൻസർ. എന്താ വിട്ടോ? മോഹൻലാൽ ഇപ്പം ബറോസ് എന്ന് പറഞ്ഞ സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്തു. ദ സൂപ്പർ സ്റ്റാർ, അനദർ സൂപ്പർ സ്റ്റാർ. ഈ ലേഡി സൂപ്പർ സ്റ്റാർ ഏതെങ്കിലും സിനിമ സംവിധാനം ഉടനെ ഉണ്ടോ? അയ്യോ, ഉടനെ എന്നല്ല, എന്റെ ചിന്തയിൽ പോലും അതില്ല. അങ്ങനെ ഒരു പ്ലാൻ ഇപ്പൊ ഇല്ല. അല്ല, ഇപ്പൊ ഇല്ല. കാരണം ഈ നിർമ്മാണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അല്ല, ഇത് തന്നെ ലാലും പറഞ്ഞോണ്ടിരുന്നത്. കാരണം അയ്യേ, അത് ഞാൻ ശരിയല്ല. ഞാൻ അയ്യേ അല്ല, അയ്യോ ആണ്. ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കാം അല്ലേ? ഇപ്പൊ നാളെ എന്ത് സംഭവിക്കുന്ന പോലും അറിയില്ലല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തില്. അത് സത്യം. എന്നാലും ചിന്തയില്ല, ഇപ്പൊ ഇല്ല. അത് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അതിനുള്ള ധൈര്യവും ഇല്ല. അത് വലിയ കഴിവാണത്. കുറച്ചും കൂടി വലിയൊരു അറിവൊക്കെ വേണം അതിനൊന്നും ഞാൻ ആയിട്ടേ ഇല്ല. എന്നാൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? ശരി, എന്നാ വേറെ രീതിയിൽ ഞാൻ ചോദിക്കാം. ഇപ്പം അല്ലാന്നറിയാം, ആകാനുള്ള ആഗ്രഹമുണ്ടോ? ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടോ? ഇല്ല. ആഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ അതിലേക്ക് ചേസ് ചെയ്യില്ല. അതും ഇപ്പൊ ഇല്ല. അതെ. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാറെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചോദിച്ചത് കേട്ടോ, വേറെ ഒന്നുമില്ല. എന്താന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കട്ടെ. മാടമേക്കും കണ്ണേ
എന്താ ഇത് കലക്കിയല്ലോ. ഞാൻ യശോദയാണ്, ഇതെന്റെ കൃഷ്ണാണ്. ശരിക്കും ഫീൽ ചെയ്തത്, സത്യമായിട്ട് ശരിക്കും ഫീൽ ചെയ്തു. ഇത് ശരിക്കും അതെ, വിഷുവിന് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊരു വിരുന്ന് തന്നെയാണ്. വെറുതെ വിരുന്നല്ല, ഒരു നല്ല വിരുന്ന്. പിന്നെ മോള് കലക്കി. വിഷുവായിട്ട് നല്ലൊരു പാട്ട് രണ്ടുപേരും കൂടെ ഞങ്ങൾക്കും എല്ലാവർക്കും സമ്മാനിച്ചു. പിന്നെ ഇത് സത്യത്തിൽ കുട്ടി കൃഷ്ണയാണ്. രണ്ടുപേരും കേട്ടോ, ഒരാളല്ല. ഫുൾ ഒരു കഥ കേൾക്കുന്ന ഒരു ഫീല് തന്നെ കിട്ടി. പാട്ടാണെങ്കിൽ കൂടെ യശോദയും കൃഷ്ണനും ഒരുമിച്ച് ആണെന്ന് തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും ഉഗ്രനായിട്ട് അത് നെറേറ്റ് ചെയ്തത്. സൂപ്പർ. താങ്ക് യു. ഗോൾഡൻ ക്രൗൺ. താങ്ക് യു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത് വീണ്ടും കേട്ടപ്പോൾ. താങ്ക് യു വെരി മച്ച്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കുട്ടിക്കുറുമ്പുകൾ ഇതാ ഒരു മനോഹരമായ
ഐശ്വര്യത്തോടെ വിഷുവിനെ വരവേൽക്കാൻ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഷോറൂം ശൃംഖലയായ മൈജി ഒരുക്കുന്ന വിഷു കൈനീട്ടം. മൈജിയിൽ നിന്നും 5000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള ഏതൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോഴും വിഷു കൈനീട്ടമായി നിങ്ങളെ കാത്തിരിക്കുന്നു 3 ലിറ്ററിന്റെ പ്രഷർ കുക്കർ. അതോടൊപ്പം മൈജി ഒരുക്കിയിരിക്കുന്ന ഒട്ടനവധി ഓഫറുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാം. വേഗമാകട്ടെ, ഇന്ന് തന്നെ അടുത്തുള്ള മൈജി ഷോറൂം സന്ദർശിക്കൂ. ഈ വിഷു മൈജിയോടൊപ്പം ആഘോഷിക്കാൻ മൈജി ഇപ്പോൾ കേരളത്തിലുടനീളം. മഞ്ജേജി, ഇവിടെ ഇപ്പോ നമ്മുടെ ഫ്ലോറിൽ ചെന്നൈയിൽ നിന്ന് അനുചേച്ചി മാത്രമല്ല, ചെന്നൈയിൽ നിന്ന് നമുക്കൊരു കണ്ടസ്റ്റന്റും കൂടി ഉണ്ട്. ഋത്തിക് എന്നാണ് അവന്റെ പേര്. നമ്മുടെ ഇവിടുത്തെ ഋത്തിക് റോഷൻ ആണ് കേട്ടോ. മഞ്ജു ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. വരുന്നു പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ഋത്തിക് റോഷൻ എന്റെ ഫാനാണെന്ന് കേൾക്കുമ്പോൾ പ്രത്യേകത. അതെ, നമ്മുടെ ഋത്തിക് റോഷൻ മഞ്ജേച്ചിയുടെ ഭയങ്കര ഫാനാണ്. വിളിക്കട്ടെ? അവനെ വിളിക്കുന്നതിന് മുമ്പ് ഒരു ടാസ്ക് മഞ്ജുവിനെ സെറ്റ് ചെയ്യാം. എനിക്കോ? ഈ ഋത്തിക്കിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവനെ നമ്മൾ ആഞ്ഞു പിടിച്ച് ശ്രമിച്ചാൽ അവൻ ഒറ്റ വാക്കിൽ ഉത്തരം തരുന്ന ഒരുത്തന്. അതിൽ കൂടുതൽ അവൻ സംസാരിക്കില്ല. അപ്പൊ മഞ്ജു അവനെ കൊണ്ട് അടുപ്പിച്ച് ഒരു 4 ലൈൻ സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ചരിത്ര സംഭവമാകും. അതെ, വിളിക്കട്ടെ. ഹായ് മാം. ഹലോ, ഹായ് ഋത്തിക്. ഹായ്. തമിഴ് தெரியுமா? தெரியும். നല്ല தெரியும். മലയാളം അറിയോ? മലയാളം അറിയാം. മലയാളം അറിയാം. കണ്ടോ, എത്ര വാക്ക് സംസാരിച്ചു ഇപ്പൊ തന്നെ. അങ്ങനല്ല, തമിഴിലൊരു വാക്ക് നീളത്തിൽ സംസാരിക്കാൻ പറഞ്ഞു. തെരുമാ എന്ന് ചോദിച്ചപ്പം അവൻ അത് തന്നെ തിരിച്ചു പറഞ്ഞു, തരും. തമിഴ് തെരിയും. 3 വാക്കിൽ അങ്ങനത്തെ നമ്മൾ 4 സെന്റൻസ്. അയ്യോ, നീളത്തിൽ എന്തെങ്കിലും സംസാരിച്ചേ? മലയാളം മതിയോ? പിന്നെ ഞാൻ മാമിന്റെ ഒരു വലിയ ഫാനാണ്. ഞാൻ മാമിന്റെ തമിഴ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, അസുരൻ. പിന്നെ എന്റെ അമ്മ മാമിന്റെ വലിയൊരു ഫാനാണ്. പിന്നെ എന്റെ അച്ഛൻ വലിയ ഫാൻ അല്ല, അമ്മ വലിയ ഫാനാണ്. അച്ഛനും ഫാനാ, എല്ലാരും ഫാൻസ്. എങ്ങനെയുണ്ട്? മതിയോ? കാണാൻ ഭയങ്കര അല്ല, അതുകൂടെ പറ. സ്കൂളില് കേട്ടോട്ടെ. എന്ത് സ്കൂളിൽ എന്തോ ഒരു വിശേഷം ഉണ്ടല്ലോ. ടീച്ചേഴ്സിനൊക്കെ മാമിനെ വളരെ ഇഷ്ടമാണ്. ക്ലാസ്സിലത്തെ കുട്ടികൾക്കൊക്കെ മാമിനെ വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എന്റെ ഫ്രണ്ട് ആയുഷ്, അവന് വളരെ ഇഷ്ടമാണ്. ഭവൻ പിന്നെ വീഴത്തില്ല. ഭവൻ മ്യൂസിക് മ്യൂസിക് ഇട്ടാലേ പേര് വരും. പറഞ്ഞു. ആര്? നീ ആര്യാന്നാണോ പറയുന്നത്? ആര്യല്ല, പാട്ട് പഠിക്കാൻ പോകുമ്പോൾ. ഓ അതോ, നേത്ര. അതാണ് എത്ര നേരമായി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹമാണോ സംസാരിക്കാൻ മടിയാണെന്ന് പറഞ്ഞു? സാധാരണ ഇവൻ ഇത്ര സംസാരിച്ചിട്ടില്ല. ഇതൊരു ചരിത്ര സംഭവമാണ്. മഞ്ജുവിന്റെ വലിയ ഫാനാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ ത്രില്ലില് സംസാരിച്ചു പോയതാണ്. അതെ. അപ്പൊ നിനക്കിനി പാടണമെങ്കിൽ എല്ലാ ദിവസവും മഞ്ജു വാര്യറിനെ ഇറക്കാം ഇവിടെ, അല്ലെങ്കിൽ നീ സംസാരിക്കില്ല ഇവിടെ. ഇപ്പൊ നമുക്ക് മനസ്സിലായി അവൻ വേണമെന്ന് വെച്ചാൽ അവൻ സംസാരിക്കും. അവന് നമ്മൾ ആദ്യം വലിയ കൈയടി മഞ്ജു വാര്യറിനെ കൊടുക്കുന്നു. ഋത്തിക്കിന്റെ അമ്മയോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും ഫ്രണ്ട്സിനോടും സൂര്യനാരായണൻ പിന്നെ നേത്രകളോടും എല്ലാവരോടും എന്റെ സ്നേഹം അറിയിക്കണം കേട്ടോ. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. തോഴികളറിയും മുമ്പേ മാമുനി ഉണരും മുമ്പേ ഹൃദയത്തിൻ തന്ത്രികളിൽ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ.
വ്യഞ്ജനമെഴുതാം ഞാൻ ഇതു നീ ആരോടും പറയില്ലെങ്കിൽ. തിങ്കൾ പോറ്റും മാനേ. കനകത്തിൻ താമരയിൽ പ്രണയത്തിൻ താളുകളിൽ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ. പീലികളിൽ 100 നിറം നൽകാം ഇതു നീ ആരോടും പറയില്ലെങ്കിൽ. പീലികളിൽ 100 നിറം നൽകാം ഇതു നീ ആരോടും പറയില്ലെങ്കിൽ. വാർമയിലേ മഴവിൽ കതിരേ ആരോരും കാണാതെ മലരമ്പൻ തഴുകുമ്പോൾ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ. തോഴികളറിയും മുമ്പേ മാമുനി ഉണരും മുമ്പേ ഹൃദയത്തിൻ തന്ത്രികളിൽ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വേദിയിൽ ഒരു മനോഹരമായ പെർഫോമൻസുമായിട്ട് കുട്ടി കുറുമ്പുകളെത്തുകയാണ്. സോ
ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ വേദിയിൽ ഒരു മനോഹരമായ പെർഫോമൻസുമായിട്ട് കുട്ടി കുറുമ്പുകളെത്തുകയാണ്. സോ വെൽക്കം. അപ്പൊ നമ്മുടെ ഇന്നത്തെ മനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ ബൈ ഫ്രം മീനുട്ടി.